പേഴ്സിലുള്ള പണം എണ്ണുകയാണ് പത്തനംതിട്ട അഴൂരിലെ 2 വീലർ മെക്കാനിക്കും വർക്ക്ഷോപ്പ് ഉടമയുമായ സുരേഷ് കുമാർ. എണ്ണിത്തീർന്നപ്പോൾ 8104 രൂപയുണ്ട്. കൂടാതെ ആധാർ കാർഡ്, 4 ATM കാർഡുകൾ, ദില്ലിയിലെ ഡ്രൈവിംഗ് ലൈസൻസ്, ഫോട്ടോ എല്ലാമുണ്ട്. ഫോട്ടോയിലുള്ള ആളെ ഒരു പരിചയവുമില്ല. വർക്ക്ഷോപ്പിൽ നിന്നും വാഹനവുമായി ടെസ്റ്റ് ഡ്രൈവിന് പോയപ്പോഴാണ് റോഡരികിൽ ഒരു പേഴ്സ് കിടക്കുന്നത് സുരേഷ് കുമാറിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. പേഴ്സിന്റെ ഉടമയുടെ പേര് റോബി ജോർജ്. ഫോൺ നമ്പർ പേഴ്സിലെ ഒരു രേഖയിലുമില്ല. പേഴ്സ് പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ SI അഭിലാഷിനെ സുരേഷ് കുമാർ ഏൽപ്പിച്ചു. SI പേഴ്സ് വിശദമായി പരിശോധിച്ചു. ദില്ലിയിലെ മേൽവിലാസത്തിൽ ഉടൻ ബന്ധപ്പെടുമെന്നും ഉടമസ്ഥന് തന്നെ പേഴ്സ് തിരികെ നൽകുമെന്നും SI അഭിലാഷ് പറഞ്ഞു. പബ്ലിക്കിന് അറിയാൻ വേണ്ടി നമ്മൾ അവർ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരികയാണെങ്കിൽ നമ്മളത് ഇതിന്റെ ആളിനെ നമ്മൾ എത്രയും പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യുക. അതാണ് പോലീസിന്റെ ഡ്യൂട്ടി. അപ്പോൾ ഈ നഷ്ടപ്പെട്ട ആൾ ഒരു പക്ഷേ അവർ കിടന്ന് വിഷമിക്കുകയും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും അയാൾ അതിൻ്റെ മാനസിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. അപ്പോൾ ഇത്രയും പെട്ടെന്ന് പോലീസിന് ഈ ആളിനെ കണ്ടെത്തുക എന്നാണ് പോലീസിന്റെ ഫസ്റ്റ് പ്രൊസീജിയർ. അത് കഴിഞ്ഞ ശേഷം അയാൾ വന്ന ശേഷം എന്താവുന്നു, നമ്മൾ ഇദ്ദേഹത്തെ വിളിച്ചു വരുത്തി പോലീസിൻ്റെ സാന്നിധ്യത്തിൽ നമ്മൾ ISH ഉണ്ട്, ബഹുമാനപ്പെട്ട നമ്മുടെ ബ്രാവോ അദ്ദേഹമുണ്ട്, ഇൻസ്പെക്ടർ സാറുണ്ട്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ സമക്ഷത്തിൽ അവർക്ക് കൊടുക്കും. അധ്വാനിച്ച് പണം ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ട് തനിക്കറിയാം. പേഴ്സിന്റെ ഉടമസ്ഥൻ ഇപ്പോൾ വിഷമിക്കുകയായിരിക്കും. ടെൻഷൻ അടിക്കേണ്ട, പേഴ്സ് പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. സുരേഷ് കുമാർ പറഞ്ഞു. ഇത് കാണുവാണെങ്കിൽ പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലെ SI അദ്ദേഹത്തിൻ്റെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് വന്ന് കൃത്യമായി നിങ്ങളത് കൃത്യമായ രേഖകൾ ഉൾപ്പെടെ വന്ന് അത് ഹാൻഡ് ഓവർ ചെയ്യുക. അതാണ് വാങ്ങിച്ചുകൊണ്ട് പോകുക. തീർച്ചയായിട്ടും ഇപ്പോൾ പണം നമ്മുടെ 1 രൂപ നഷ്ടപ്പെട്ടാൽ പോലും നമുക്കത് വിഷമമല്ലേ. അപ്പോൾ ഇത്രയും ഒരു പൈസ കളഞ്ഞു പോകുമ്പോൾ ATM കാർഡൊക്കെ പോകുമ്പോൾ ലൈസൻസ്, പിന്നെ ആധാർ എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടാകത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും ഉചിതം എന്ന് പറഞ്ഞാൽ സ്റ്റേഷനിലെത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ നമുക്കൊരു ടെൻഷനില്ല. അപ്പം പത്തനംതിട്ട പോലീസ് സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും കയറി ഇറങ്ങുന്ന ഒരു സ്ഥലമാണ്. എന്ന് പറഞ്ഞാൽ അവിടുത്തെ വാഹനങ്ങളൊക്കെ റിപ്പയർ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് സ്റ്റേഷനിൽ എപ്പോഴും വരാനും എല്ലാവരെയും കാണാനുള്ള അവസരമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെ അതുകൊണ്ട് തന്നെ സ്റ്റേഷനിൽ ഏൽപ്പിച്ചു. ഉടമ വരുമ്പോൾ വിളിപ്പിക്കും. എത്തണമെന്ന് പോലീസുകാർ സുരേഷ് കുമാറിനെ അറിയിച്ചു. ജോലി തിരക്കില്ലെങ്കിൽ എത്താമെന്നറിയിച്ച് സുരേഷ് കുമാർ വർക്ക്ഷോപ്പിലേക്ക് മടങ്ങി. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.